പാടത്തോട്ടൊന്ന് പോയാലോ? അമ്മ പാടത്ത് പണിയെടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ നോക്കി വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വന്ന് നോക്കിയപ്പോൾ അച്ഛനാണ് അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാറെല്ലാം എടുത്തിട്ട് കണ്ടത്ത് കൊണ്ടുപോയി ഇട്ട് കൊടുക്കുന്നത്. പ്രതീക്ഷിക്കാത്തൊരു അതിഥിയാണ് കേട്ടോ ഇന്നത്തെ ഇവിടുത്തെ മേൽനോട്ടവും കാര്യങ്ങളും. ആശാൻ എവിടെ നിന്ന് വന്നാണെന്ന് അറിയില്ല. ചാടി ചാടി കളിച്ചിട്ട് കുറച്ച് നേരമായി ഇവിടെ നിൽക്കുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൻ ചാടി കാട് കയറി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്തായാലും അമ്മയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ മിണ്ടാണ്ട് നിന്നപ്പോഴാണ് എൻ്റെ മകൻ എന്തായാലും മിണ്ടാണ്ട് നിന്ന് ക്ഷീണിക്കേണ്ട, എന്തെങ്കിലും ഒരു പണിയെടുക്കടാ പറഞ്ഞിട്ട് ഒരു വട്ട എടുത്തിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. തന്ന വട്ടയിൽ ഞാറെല്ലാം പെറുക്കിയിട്ടിട്ട് ഞാൻ നേരെ പാടത്തോണ്ട് പോയി ഇടാമെന്ന് പറഞ്ഞിട്ട് അതിനെ എടുത്തിട്ട് നേരെ കണ്ടത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടത്തിൽ ഈ ചെറിയ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ട് കേട്ടോ. പണ്ട് പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കളിക്കാനൊരു രസമാണ്. ഞാനങ്ങനെ എനിക്ക് തന്ന പണിയെല്ലാം തീർക്കുമ്പോഴേക്കും അമ്മ നേരെ വീട്ടിൽ ചെന്നിട്ട് പണിക്കാർക്കുള്ള ചായയും കടി എടുത്തിട്ട് വരുന്നുണ്ട്. ചായയുടെ സമയമായപ്പോൾ അവർ നേരെ വരമ്പത്തോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. നേരെ വന്ന് പാറയുടെ ഒരു സൈഡിൽ അവരിങ്ങനെ കാറ്റും കൂടെ സ്ഥലവും പിടിച്ചിരിക്കുന്നുണ്ട്. ഒരു കുറ്റി പുട്ടെടുത്ത് ഞാനൊരു ഇലയിൽ വെച്ചിട്ട് അവരോടൊപ്പം ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ വിശേഷങ്ങളും തമാശകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു പ്രത്യേക സുഖവും കൂടിയാണ്. അവരെന്തായാലും ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ പാടത്ത് പണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.